ഇറാനിൽ 5 ദിവസത്തേക്ക് അമേരിക്ക പ്രഖ്യാപിച്ച വെടിനിർത്തൽ അവഗണിച്ച് ഇസ്രായേൽ ആക്രമണം തുടരുന്നു. ഇറാനെതിരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. ഇറാനുമായി വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നതിനിടെയാണ് നെതന്യാഹുവിൻ്റെ പ്രതികരണം. യുദ്ധത്തിലെ ഇസ്രായേൽ നേട്ടം മുൻനിർത്തി ഇറാനുമായി ഒരു കരാറിലെത്താനുള്ള അവസരമുണ്ടെന്ന് ട്രംപ് കരുതുന്നുവെന്ന് നെതന്യാഹു പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കരാറാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. അതേസമയം തങ്ങൾ ഇറാനെതിരെയും ലബനോനെതിരെയും ആക്രമണം തുടരുമെന്നാണ് നെതന്യാഹുവിൻ്റെ വാക്കുകൾ. ഇറാൻ്റെ ആണവ പദ്ധതികളും മിസൈൽ പദ്ധതികളും നിർവീര്യമാക്കുന്നതിനൊപ്പം ഹിസ്ബുള്ളയെ നിർവീര്യമാക്കുക കൂടിയാണ് ലക്ഷ്യം. ഇറാൻ്റെ 2 ആണവ ശാസ്ത്രജ്ഞർ കൂടി കഴിഞ്ഞ ദിവസങ്ങളിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഏത് കരാറിലും ഇസ്രായേലിൻ്റെ ആവശ്യങ്ങൾ സംരക്ഷിക്കുകയാവും ലക്ഷ്യമെന്നും നെതന്യാഹു പറഞ്ഞു വയ്ക്കുന്നു. സമാധാന ചർച്ചകൾ സംബന്ധിച്ച് ട്രംപിൻ്റെ അവകാശവാദങ്ങൾ നേരത്തെ ഇറാൻ തള്ളിയിരുന്നു. പിന്നാലെ ഡൊണാൾഡ് ട്രംപിനെയും സഖ്യകക്ഷികളെയും നേരിടാൻ പ്രത്യേക പദ്ധതികളുണ്ടെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പദ്ധതികൾ ആക്രമണകാരികളുടെ മനസ്സിൽ നിന്ന് ചർച്ചകളുടെ പ്രതീക്ഷ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും ഇറാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. 5 ദിവസത്തേക്ക് ഇറാനെതിരെയുള്ള ആക്രമണം നിർത്തിവെച്ചതായി നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അതിനുള്ളിൽ ഹോർമുസ് കടലെടുക്ക് തുറന്നു കൊടുക്കണമെന്നാണ് ട്രംപിൻ്റെ ആവശ്യം. ഇറാൻ US സംഘർഷം ലഘൂകരിക്കുന്നതിനായി തുർക്കി, ഈജിപ്ത്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിവരുന്നതായും റിപ്പോർട്ടുകളുണ്ട്.